നമസ്കാരം. വട്ടിയൂർക്കാവിലെ എം.എൽ.എയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ മേയറുമായ വി.കെ. പ്രശാന്ത് അയാളൊരു നന്മമരം എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾ അങ്ങ് ബഹിരാകാശത്താണ്. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാപ്സൂളൊക്കെ വിതറുന്നുണ്ട്. ഒരാവശ്യമില്ലാത്ത കേസായിരുന്നു. വളരെ നൈസായിട്ട് ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടില്ലായിരുന്നു. ഇന്നിപ്പോൾ മലയാളികൾക്ക് അറിയാം, ഇങ്ങനൊരു കുറഞ്ഞ വാടകയും കൊടുത്തുകൊണ്ട് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ്റെ ഓഫീസ് കെട്ടിടത്തിൽ പോയി ഇരിക്കേണ്ട കാര്യം ആ എം.എൽ.എക്കില്ല. എം.എൽ.എ ഹോസ്റ്റലിൽ തന്നെ 31-32 റൂമുണ്ട്. അവിടെ എല്ലാ സജ്ജീകരണവും ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ്. ഇനി അതല്ല, അദ്ദേഹത്തിന് വേറെ ഓഫീസ് വേണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അലവൻസിൻ്റെ കൂടെ അതും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് അത് വേറെ എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു കൗൺസിലറിന് കൊടുത്തിരിക്കുന്നതാണ് എന്ന് പുറത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥാപനത്തിലാണ് അദ്ദേഹം കയ്യേറിയത് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്ക് അധികാരം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു വെച്ചതാണ്. ഇപ്പോൾ വളരെ മാന്യമായിട്ടും മര്യാദയ്ക്കും ചോദിച്ചപ്പോൾ അയാളാണ് അത് വാർത്തയാക്കുകയും ഇന്നിപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പുറകെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് GR അനിലാണ്. CPIയുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. CPIക്കാരനാണ്. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പലതും പറയുമ്പോഴും CPIയുടെ മന്ത്രിമാരും MLA-മാരും ഭേദമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ബിനോയ് വിശ്വം ആദ്യം തന്നെ ചാടിയിറങ്ങിയപ്പോഴേ ഉറപ്പായിരുന്നു അവരുടെ MLA-മാരും മന്ത്രിമാരുമൊക്കെ ഇതേ കാര്യം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ഇതാ ഇപ്പോൾ BJPയുടെ യുവനേതാവ് യുവരാജ് ഗോകുൽ തന്നെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. നെടുമങ്ങാട് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വകയായിട്ടുള്ളൊരു കെട്ടിടത്തിൽ ₹1 പോലും വാടക കൊടുക്കാതെയാണ് GR അനിൽ അവിടെ താമസിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട്. ഇനി ഇവിടെ ഈ വി.കെ. പ്രശാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ പേരിനെങ്കിലും ഒരു 832 മറ്റോ എന്തോ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കറണ്ട് ബില്ലും AC-യും അതും ഇതും എല്ലാം ഉള്ളതിൻ്റെ ചാർജ് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് കോർപ്പറേഷനാണ് എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ 1 ലക്ഷത്തിന് മുകളിൽ അദ്ദേഹത്തിന് വേതനമുണ്ട്. അതുകൂടാതെ ഫോണിന് പോലും ₹11,000 മാസമുണ്ട്. നിങ്ങൾ നോക്കുക, ഫോൺ വാങ്ങാനല്ല, ഫോൺ വിളിക്കുന്നതിന്. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏത് ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏത് കണക്ഷൻ എടുത്താലും അതിനി പുറത്തേക്ക് വിളിക്കുന്നതാണെങ്കിൽ ശരി, ഒരു MLA-ക്ക് പുറത്തേക്ക് അധികം വിളിക്കേണ്ട കാര്യമില്ല. ഒരു സംസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഒരു MLA. അപ്പോൾ ഒരു മാസം ഇനി 24 മണിക്കൂറും തുടർച്ചയായിട്ട് സംസാരിച്ചാലും ഈ കൂടിപ്പോയ ₹500 നമുക്കറിയാം. അത്തരം എത്രയോ സ്കീമുണ്ട്. അത് എല്ലാ ടെലിഫോൺ കമ്പനികളും ഇത് നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ₹11,000 വെച്ച് ഫോണിന് പോലും ഇവർക്ക് കാശ് കൊടുക്കുന്നുണ്ട് എന്ന് ഓർക്കണം. അങ്ങനെ ഓരോ കാര്യത്തിനുമുണ്ട്. ഈ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഓരോ ദിവസം ₹1,000 വെച്ച് ഇവർക്ക് DA അലവൻസൊക്കെ ഉണ്ട് MLA-മാർക്ക്. കേരളത്തിന് പുറത്തോട്ടാണ് പോകുന്നതെങ്കിൽ 1,200 വെച്ചുണ്ട്. അങ്ങനെ വേതനം കൂടാതെ വേറെയും കാശ് കിട്ടുന്ന ആളുകളാണ് വളഞ്ഞ വഴി കൂടെ ഈ പരിപാടി കൂടി ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ എന്നത് ലോകത്ത് തന്നെ ക്ലാസിക്കൽ കള്ളന്മാർ എന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്നതാണ്. വളരെ ക്ലിനിക്കലായിട്ടാണ് അവർ ഈ കാശ് അടിച്ചു മാറ്റുന്നത്. നമുക്കതിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടാണ് അതുവഴിയാണ് പുറകുവശത്തൂടെ ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ അവരതിൻ്റെ കണക്ക് അവിടെ കാണിക്കും. ഉദാഹരണത്തിന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും അത് പറഞ്ഞിട്ടില്ല കേട്ടോ. തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ എല്ലാ ആഴ്ചയിലും അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ പരിപാടികൾ കാണും. സർക്കാർ ചെയ്യുന്നതാണ്. കോൺക്ലേവ് എന്നും സെമിനാർ എന്നും സമ്മിറ്റ് എന്നും മീറ്റിംഗ് എന്നൊക്കെ പേരിട്ടുകൊണ്ടാണ്, ഓമന പേരിട്ടുകൊണ്ടാണ് ഇത് നടത്തുന്നത്. കർഷകർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ഒരാഴ്ച അതായിരിക്കും, അടുത്തത് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അടുത്തത് IT-ക്ക് വേണ്ടിയിട്ടായിരിക്കും, മറ്റത് പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ ഓരോ പേരിട്ടും ഓരോ ആഴ്ചയിലും ഒരു മാസത്തിൽ എന്തായാലും 2-3 കാണും. ഇതെല്ലാം ഈ കോർപ്പറേഷൻ പരിധിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കോടാനുകോടി രൂപയാണ് ഓരോ ഇതിനും ചിലവ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ആയിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. വണ്ടി, അതായത് ഗതാഗതത്തിന് വേണ്ടിയിട്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവാണ്. അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള കസേരയും മറ്റു കാര്യങ്ങളും, ഈ സമ്മിറ്റ്, മീറ്റിംഗ്, കോൺക്ലേവ് എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ചിരിക്കുന്ന ഓരോന്നിനും പരിപാടി കഴിയുമ്പോഴേക്കും കോടികൾക്ക് മുകളിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കളി നടക്കുന്നത്. ഈ പേര് പറഞ്ഞിട്ടാണ് ഖജനാവിൽ നിന്ന് ഇവരെഴുതി കോടികൾ മാറ്റുന്നത്. ഇതിൻ്റെ കമ്മീഷൻ വേണ്ടപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് ചെല്ലും. നമുക്കിതിൽ അഴിമതി ആരോപിക്കാൻ പറ്റുമെന്നല്ലാതെ തെളിയിക്കാൻ പറ്റില്ല. കാരണം അവർ പറയുമ്പം ഒരു കസേരയ്ക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടായിരിക്കും കണക്കെഴുതി വിടുന്നത്. അതേപോലെ തന്നെ ഭക്ഷണം, കാറിൻ്റെ വാടക, അങ്ങനെ ഓരോ കാര്യത്തിലും നല്ലൊരു ശതമാനവും ഇത് നടത്തുന്നവരുടെ പോക്കറ്റിലോട്ട് ചെല്ലും. ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമാണ് നടത്തുന്നത്. ഇനി ഇവർ നടത്തുന്ന കോൺക്ലേവ്, സമ്മിറ്റ്, മീറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം താഴെത്തട്ടിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്, IT മേഖലയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ കൊട്ടിക്കൊഴിച്ച് നടത്തും. വലിയ വലിയ ആളുകളൊക്കെയാണ് അവിടെ വന്ന് മീറ്റിങ്ങിലെ കൂടി ഫുഡ് അടിച്ചിട്ട് പോകുന്നത്. അത്ര തന്നെ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല. അതൊക്കെ കുറച്ചെങ്കിലും ഈ കാണിക്കുന്ന പോലെ നടന്നിരുന്നുവെങ്കിൽ കേരളം പണ്ടേ സിംഗപ്പൂരോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡൊക്കെ ആയി മാറുമായിരുന്നു. ആയോ? ഇല്ല. അപ്പോൾ ഇതും
പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ ക്ലാസിക്കൽ കള്ളന്മാർ എന്ന് വിളിച്ചത്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര പോലും കാശടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. ഇവർ വേറൊരു പരിപാടിയും കൊണ്ടുണ്ട് ഇവർക്ക് കേട്ടോ. ചില കീ പോസ്റ്റിലൊക്കെ നമുക്ക് തോന്നും, കീ പോസ്റ്റെന്ന് അവർ പറയും, നമുക്ക് തോന്നും എന്തിനാണ് അങ്ങനെ ഒരാളെ പിടിച്ച് അവിടെ ഇരുത്തുന്നത്. നമുക്ക് കെ വി തോമസിനെ ഡൽഹി പിടിച്ചിരുത്തിയിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണ്? എന്നിട്ട് അയാൾക്ക് ശമ്പളമല്ല, വേറൊരു രീതിയിലാണ് അയാൾക്ക് മാസം അയാൾക്കുള്ള അലവൻസും മറ്റും കാശ് കൊടുക്കുന്നത്, അയാളുടെ സ്റ്റാഫിനും മറ്റുമൊക്കെ ആയിട്ട്. അത് ലോകത്തില്ലാത്തൊരു തുകയായിരിക്കും. അതിൻ്റെ കൃത്യമായും ഒരു വിഹിതം എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് കണക്ക് കാണിക്കാൻ പറ്റും. ഇത്ര കോടി എങ്ങോട്ട് പോയി, ഇത്ര കോടി അവിടെ ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിൻ്റെ സ്റ്റാഫിനും അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്കും വേണ്ടിയാണ് കൊടുത്തത്. സംഗതി ശരിയായി കൊടുത്തു, പക്ഷേ അതിൻ്റെ ഒരു വീതം കറങ്ങി തിരിച്ചു വരുന്നു. ഇതേപോലെ ഓരോ സ്ഥലത്തും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ പാർട്ടിക്കാർ MLA ആവട്ടെ, MP ആവട്ടെ, മന്ത്രി ആവട്ടെ, അവർക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പാർട്ടിക്ക് ലഭ്യ കൊടുക്കണമെന്നുണ്ട്. അത് ഇതും ബന്ധമൊന്നുമില്ല, അത് അവരുടെ പാർട്ടി വിഷയമാണ്. പക്ഷേ അല്ലാതെ പാർട്ടിക്കാരല്ലാതെ മറ്റു പാർട്ടിയിൽ നിന്ന് ചാടി വന്നവരും അല്ലാത്ത ചില ആളുകളെയൊക്കെ ഇവർ പിടിച്ച് ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇന്ത്യയിൽ നല്ല ലോകത്ത് പോലും ഇല്ലാത്ത അത്രയും വേതനം കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ എത്രയോ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വളരെ നൈസായിട്ട് പണം നമ്മുടെ കയ്യിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിനിക്കലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ള തന്നെയാണ് ഇത്. അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കോർപ്പറേഷന് BJP അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അത് ഒരാഴ്ച തികഞ്ഞില്ല, അതിനു മുന്നേ കമ്മ്യൂണിസ്റ്റുകൾ വാലിൽ തീ പിടിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ കേരളത്തിൻ്റെ ഇങ്ങും തൊട്ട് അങ്ങോളം വരെ ഇവർ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്തൊക്കെ തോന്നിവാസങ്ങളായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് MLAയും മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടും സാധാരണക്കാരെ പോലെ ജീവിച്ച് മരിച്ചുപോയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇന്ന് അത്തരം ഒരാളെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. സാധാരണ ആളുകളിൽ നിന്ന് വളർന്നു വന്ന ആളാണ് എന്ന് എപ്പോഴും പറയുന്ന എം എം മണിയുടെ ഒരു വാർത്ത കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ്. 2 വർഷം കൊണ്ട് അയാളുടെ ഇന്നോവ 32 തവണ ഇന്നോവയുടെ ടയർ മാറ്റി. ഇടുക്കിയിലാണ് വീട്, ശരിയാണ്, എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, ഒന്നുമല്ല. ഇനി എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ പോലും 32 തവണയൊന്നും 2 വർഷം കൊണ്ട് ടയർ മാറ്റേണ്ട കാര്യമില്ല. ഇന്നോവയുടെ ഒരു ടയറിന് എത്ര രൂപ വിലയെന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ടയർ മാറ്റിയിരിക്കുക ഏറിയാൽ 4-5 തവണ മാത്രമായിരിക്കും. പക്ഷേ ഈ 32 തവണ എങ്ങനെ കൂട്ടിയിട്ടും പറ്റുന്നില്ല. അപ്പോൾ ആ പണം എവിടെ പോയി? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ക്ലാസിക്കലായിട്ടാണ്, വളരെ ക്ലിനിക്കലായിട്ടാണ് ഇവർ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 32 ടയറിൻ്റെ ബില്ലും അല്ലെങ്കിൽ കണക്കും സർക്കാരിനൊക്കെ ചെല്ലും, അവിടുന്ന് കാശും എടുക്കും. യഥാർത്ഥത്തിൽ അത് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറി കാണത്തില്ല. 4-5 തവണ മാറി കാണും, ബാക്കി കാശ് ആരുടെ പോക്കറ്റിലോട്ട് പോകുന്നു. ഇതേപോലെയാണ് ഓരോ കാര്യത്തിലും ഇവർ ഖജനാവിൻ്റെ കാശ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ അത് അഴിമതിയാണെന്ന് പറയാൻ പറ്റില്ല, അവരുടെ കണക്കുണ്ട്. പെട്രോൾ അടിച്ചതിൻ്റെ വരെ ഇതുപോലെയായിരിക്കും ഉടായ്പകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ തന്നെ 11,000 രൂപ ഒരു മാസം, എത്ര ഫോൺ ഉപയോഗിച്ചാലും അത്രയും വരില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഞാനും നിങ്ങളുമൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് കോളും അല്ലെങ്കിൽ ഈ ഡേറ്റയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഏറിപ്പോയാൽ എത്ര രൂപയാവും? 28 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപയാവും? 1000 രൂപ പോലും ആവില്ല. ആ സ്ഥാനത്താണ് ഇവർക്ക് 11,000 രൂപ ഫോണിന് പോലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാതാണ് ഇതുപോലുള്ള അഭ്യാസങ്ങളും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ക്ലാസിക്കൽ കള്ളന്മാരാണ് എന്നതിന് ഇനി വേറെ തെളിവിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല.